നമുക്ക് ഈ ഒരു ക്യൂട്ടായിട്ടുള്ള സാറ്റിൻ ക്ലോത്തിൽ വരുന്ന ഫ്രോക്ക് എങ്ങനെ ചെയ്യാൻ നോക്കിയാലോ. അതിന് നമ്മൾ ഫ്രണ്ടിൽ ഇതേപോലെ പേൾസൊക്കെ വെച്ചിട്ടുള്ള ഒരു ബോ കൊടുക്കുന്നുണ്ട്. ബാക്കിൽ ഞാൻ ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് അവിടെ ഒന്ന് തുന്നിയതാണ്. ഇൻവിസിബിൾ സിപ്പും കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 1 to 2 ഇയർ ആയിട്ടുള്ള ഒരു ബേബിക്ക് ഇടാൻ പറ്റുന്ന രീതിയിലാണ് പറയുന്നത്. ഇത് 2 മീറ്റർ സാറ്റിനും 1.5 മീറ്റർ കോട്ടൺ ലൈനിങ്ങും ആണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഞാൻ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് ഫോൾഡ് ചെയ്യുന്നുണ്ട്. അതാകുമ്പോൾ നമുക്ക് ഫ്രണ്ടും ബാക്കും ഒരു ഇതിൽ തന്നെ കട്ട് ചെയ്യാൻ പറ്റും. നമുക്ക് ബാക്കിൽ ഇൻവിസിബിൾ സിപ്പ് വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്കൊരു ഹാഫ് ഇതുപോലെ പുറത്തോട്ട് വന്നിട്ട് വേണം കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇവിടെ ഓപ്പൺ ആണ്, ഇവിടെ ഫോൾഡ് ആണ് വരുന്നത്. ഇനി നമുക്ക് ഇതൊന്നിങ്ങനെ ഒരു ഹാഫ് ഇഞ്ച് പുറത്തോട്ട് വരുന്ന രീതിയിൽ മടക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് വെക്കാം. ഇതിലെ മുകളിലത്തെ ഭാഗമല്ലേ, അവിടെ നിന്നാണ് നമ്മൾ മെഷർമെൻറ്റ് ചെയ്ത് തുടങ്ങേണ്ടത്. ഇവിടുന്ന് പുറത്തോട്ട് നിൽക്കുന്ന ഭാഗത്തുനിന്നല്ല. ഇതിൽ ഞാൻ ഷോൾഡർ ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ആം ഹോളും ഞാൻ 4 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഒരാൾക്കാരെ കുട്ടീൻ്റെ ഏജ് പറഞ്ഞിട്ട് പിന്നെ മെഷർമെൻറ്റ് എത്ര വരികയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ എല്ലാ വീഡിയോക്കും കമൻറ്റ് കാണാം. മെഷർമെൻറ്റ് ഞാൻ സാധാരണ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റിലല്ല എടുക്കാറ്. ഞാൻ കസ്റ്റമറോട് അവരുടെ ബോഡിയിൽ നിന്ന് ഡയറക്റ്റ് മെഷർമെൻറ്റ് എടുത്തിട്ട് അയച്ചു തരാനാണ് പറയാറ്. ഇനി നമുക്കിതിൽ ചെസ്റ്റ് വരുന്നത് 5.5 ഇഞ്ചാണ്. അതിലേക്ക് 1 ഇഞ്ച് സീം അലവൻസും കൂടെ കൂട്ടിയിട്ട് 6.5 എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്ത് വരുന്നത് 2.5 ഇഞ്ചാണ്. ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് 3 ഇഞ്ചാണ് കേട്ടോ. ഇതൊരു ഏകദേശം നമ്മൾ ബാക്കിൽ സിബ് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 4-5 വയസ്സ് വരെ ഈ ഒരു നെക്ക് ഇതിലെടുക്കാം. ഇനി നമുക്ക് ബോഡി പാർട്ട് അടയാളപ്പെടുത്താം. നമ്മൾ സാധാരണയായിട്ട് വേസ്റ്റിൻ്റെ അവിടെ വരുമ്പോൾ ലെങ്ത്ത് 8 ഇഞ്ചൊക്കെ ഉണ്ടാവുക. പക്ഷേ ഇത് നമുക്ക് ചെസ്റ്റിൻ്റെ അവിടെയാണ് ഈ ഒരു പ്ലീറ്റും കാര്യങ്ങളും വരുന്നത്. ഇത് ഞാൻ കസ്റ്റമർ റെഫറൻസ് പിക്ക് അയച്ചിട്ട് അതുപോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ 6 ഇഞ്ചിലാണ് ബോഡി പാർട്ട് അടയാളപ്പെടുത്തുന്നത്. ഈ അടയാളപ്പെടുത്തി അവിടെ നിന്ന് അങ്ങോട്ട് ഒരു 6 ഇഞ്ച് തന്നെ എടുത്തിട്ട് ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട്. എനിക്ക് സൈഡും ഒന്ന് ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് നെക്കും ആം ഹോളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഞാനിവിടെ ഫ്രഞ്ച് കർവ് വെച്ചിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് കൊണ്ടായിട്ട് ഒരു ചെറിയൊരു ചെരിവ് ഇങ്ങനെ വരച്ച് കൊടുക്കുക. ഷോൾഡറിലും അതേപോലെ ഒരു 1/4 ഇഞ്ചിൽ ഇങ്ങനെ വരച്ച് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് നെക്ക് ഞാനിവിടെ എടുക്കുന്നത് ഒരു 1.5 ഇഞ്ചാണ്. 1.5 ഇഞ്ചിൽ ജസ്റ്റ് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മൊത്തം ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. നെക്ക് കട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആക്കിയിട്ട് വേണം കട്ട് ചെയ്യാൻ. ഇനി നമുക്കിത് മെയിൻ ക്ലോത്തിൽ കട്ട് ചെയ്യാം. ഞാൻ സാധാരണ ഇങ്ങനെയാണ് കട്ട് ചെയ്തെടുക്കാറ്. ജസ്റ്റ് മെയിൻ ക്ലോത്തിൽ ഇങ്ങനെ വെച്ചിട്ട് ഏകദേശം ഒരു ഇതിലിങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കും. എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോഴാട്ടോ അത് സെറ്റാക്കി എടുക്കുക. ഇതിൽ ബാക്ക് പോർഷനിൽ നമുക്ക് 2 പീസായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഫ്രണ്ടിൽ 1. അപ്പോൾ ഞാൻ ഇതേപോലെ അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യുക. ഈ സാറ്റിൻ ക്ലോത്തിൻ്റെ വിഡ്ത്ത് ടോട്ടൽ വരുന്നത് 44 ഇഞ്ചാണ്. അത് ഞാൻ 4 ആക്കിയിട്ട് ഫോൾഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമുക്ക് കുറച്ച് പ്ലീറ്റ് ഇട്ടിട്ടാണ് ചെയ്യേണ്ടത്. ഈ ഒരു സ്ലീവ് സ്ലീവ് ആണോ വെച്ചാൽ അങ്ങനെയല്ല, കുറച്ച് പ്ലീറ്റ് ഇടുന്നുണ്ട്. ഇത് 4 ആക്കി മടക്കിയപ്പോൾ ഒരു 10-10.25 ഉണ്ടാവും വീതി. ഇനി ഇവിടെ നമ്മുടെ താഴോട്ട് ഒരു 3 ഇഞ്ച് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇനി നമുക്ക് അവിടെ നിന്ന് കൊണ്ട് ഒരു സ്ലീവിൻ്റെ ഷേപ്പ് ഇതേപോലെ അടയാളപ്പെടുത്തി കൊടുക്കാം. ഇനി ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 7 ഇഞ്ചാണ്. 7 ഇഞ്ചാണ് ഞാൻ ലെങ്ത്ത് എടുക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണോ ലെങ്ത്ത് വേണ്ടത് അതെടുക്കാം. ഇതിന് താഴെ നമ്മൾ എലാസ്റ്റിക്കാണ് വെക്കുന്നത്. അപ്പോൾ അതൊന്ന് മടക്കി തയ്ച്ച് കൊടുക്കണം. അതിനാണ് ഞാൻ ഈ 7 ഇഞ്ച് എടുക്കുന്നത്.
സ്ലീവിൻ്റെ വീതി 8.5 ഇഞ്ച് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇനിയും പ്ലീറ്റ് വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ. ഞാനിവിടെ മാക്സിമം 8.5 കിട്ടുക, അപ്പോൾ ഞാനത് എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഷേപ്പ് വരച്ച് കൊടുക്കുന്നുണ്ട് സ്ലീവിൻ്റെ. എന്നിട്ട് നമുക്കിതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കാം. സ്ലീവ് കട്ട് ചെയ്തതിന് ശേഷം ഞാൻ അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പം നമുക്ക് ഇതിങ്ങനെയാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് ഇവിടെ ഇങ്ങനെ പ്ലീറ്റ് ഇടാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇതിൻ്റെ താഴെ അങ്ങനെ ആയിട്ട് ഇതേപോലെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കും ചെയ്യണം. ഇനി നമുക്കിതിൻ്റെ സ്കേർട്ട് സ്റ്റിച്ച് ചെയ്യുക. ആ ഒരു ഭാഗം ഇതിൽ ഈ ഒരു ക്ലോത്ത് വരുന്നത് 44 വിഡ്ത്താണ് വരുന്നത്. വേസ്റ്റിൻ്റെ ആ ഭാഗത്തേക്ക് നമുക്ക് പ്ലീറ്റിന് വേണ്ടിയിട്ട് 44 വിഡ്ത്ത് തന്നെ നമ്മൾ എടുക്കുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അതിനും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നീളത്തിലാണ് കട്ട് ചെയ്യേണ്ടി വരിക. ഇത് എനിക്ക് കട്ട് ചെയ്യാൻ എളുപ്പത്തിന് ഇതേപോലെ 4 ആക്കി മടക്കുന്നുണ്ട്. ഇതുപോലെ 2 പീസ് നമുക്ക് കട്ട് ചെയ്യണം കേട്ടോ, ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും. ഇനി ഫ്രണ്ടിലേക്കാണ് ഫസ്റ്റ് കട്ട് ചെയ്യുന്നത്. ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് 16 ഇഞ്ച് ഞാൻ എടുക്കുന്നുണ്ട്. ഈ ഒരു ഫ്രോക്കിൻ്റെ മൊത്തം ലെങ്ത്ത് നമ്മൾ സ്റ്റിച്ചൊക്കെ ചെയ്ത് വരുമ്പോൾ 20 ഇഞ്ചായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അതിലും കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഈ സ്കേർട്ട് പോർഷനിലെ ലെങ്ത്ത് കൂട്ടിക്കൂടിയും. അപ്പോൾ ഒരു ഭാഗത്തേക്ക് ഞാൻ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇതേപോലെ. ഇനി നമുക്ക് മറ്റേ ഭാഗത്തും കട്ട് ചെയ്യാം, ബാക്കിൽക്കും. ഈ സെയിം ഇതിൽ തന്നെ 16 ഇഞ്ച് ലെങ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിൽ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇതിൻ്റെ ബാക്കിൽ കെട്ടാനായിട്ട് ഒരു കയറ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി. എന്താ വെച്ചാൽ നമ്മൾ ബാക്കിൽ ഇൻവിസിബിൾ സീപ്പ് വെക്കുന്നുണ്ട്. ഞാനവിടെ ബാക്ക് പ്ലെയിൻ ആയിട്ട് നിൽക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഇതേപോലെ കെട്ടാമെന്ന് വിചാരിച്ചു. ഇതേപോലെ 2 പീസ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിൽ ബോ കൊടുക്കുന്നുണ്ടല്ലോ, അതിന് ഇതേപോലെ ഒരു 9.5 ഇഞ്ച് വിഡ്ത്തിലും 7.5 ഇഞ്ച് ലെങ്ത്തിലും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്യുക. ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കിയിട്ട് ഇങ്ങനെ ചെയ്യാനാണ്. ഇതിൻ്റെ താഴെ ഇങ്ങനെ ഒന്ന് തൂങ്ങി കിടക്കുന്നതുകൊണ്ട് അപ്പോൾ അതിൻ്റെ വിഡ്ത്ത് വരുന്നത് 7.5 ഇഞ്ചാണ്, ലെങ്ത്ത് വരുന്നത് 22 ഇഞ്ചാണ്. ഇനി നമുക്കിതിൽ ലൈനിങ് കട്ട് ചെയ്യാം. ഞാനിവിടെ കോട്ടൻ്റെ ലൈനിങ്ങാണ് എടുത്തിട്ടുള്ളത്. സാറ്റിൻ്റെ ലൈനിങ് വെക്കണമെന്നൊന്നുമില്ല, പക്ഷെ ഞാൻ ഉള്ളിൽ ആ തയ്യൽ തുമ്പ് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വെക്കണതാണ്. അതങ്ങനെ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം നോക്കാം. ഫസ്റ്റ് ഇതിൻ്റെ വിഡ്ത്ത് ഞാൻ എടുത്തിട്ടുള്ളത് 40 ഇഞ്ചാണ്. ഇത് ഞാനിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചതാണ്. ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഈ ഒരു തന്നെ നമ്മൾ എടുക്കണുള്ളൂ കേട്ടോ, വേറെ നമ്മൾ കട്ട് ചെയ്യുന്നില്ല സെപ്പറേറ്റ് ആയിട്ട്. അങ്ങനെ വരുമ്പോൾ ഇതിൻ്റെ ഒരു ഭാഗം ഫോൾഡായി കണ്ട് തന്നെയാണ് വരിക. എന്നിട്ട് മറ്റേ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ക്ലോസ് ചെയ്ത് കൊടുക്കുക ചെയ്യണത്. ഇതിൻ്റെ ലെങ്ത്ത് ഞാൻ 14 ഇഞ്ച് എടുക്കുന്നുണ്ട്. ഇങ്ങനെ ഈ ഓപ്പണിങ് വരുന്ന ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കണം, ക്ലോസ് ചെയ്തിട്ട് ലൈനിങ് വെക്കുമ്പോൾ കേട്ടോ. അപ്പോൾ നമ്മൾ കട്ടിങ്ങിൻ്റെ പരിപാടിയൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ബോഡി പാർട്ട് സ്റ്റിച്ച് ചെയ്യാം. നമ്മളെപ്പോഴും പോലെ തന്നെ സാറ്റിൻ്റെ നല്ല ഭാഗത്തേക്ക് ഇതേപോലെ ലൈനിങ് വെക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൻ്റെ നെക്ക് മാത്രമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കുക. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം അതിൻ്റെ ബാക്കി വരുന്ന ഭാഗം മൊത്തം കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് ചെറിയ ചെറിയ കട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്.
എന്നിട്ട് നമുക്ക് ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇതിൽ നമ്മൾ ചെയ്യണത് ഈ ഒരു സ്റ്റിച്ചൊന്നും പുറത്ത് കാണാത്ത രീതിയിലാണ് കേട്ടോ. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതേപോലെ ഞാൻ മറിച്ചിട്ട് കൊടുത്തിരുന്നു. ഇനി ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ച് കാണും കേട്ടോ. ഇതുപോലെ നമുക്കൊന്ന് നിർത്തി കൊടുക്കുക. ഇവിടെയാണ് ഈ തയ്യൽ തുമ്പ് വരുന്നത്. അയിമേൽക്ക് ഇതേപോലെ ലൈനിങ് വെച്ച് കൊടുത്തിട്ട് ഈ ലൈനിങ് കൂടെ അങ്ങനെ സ്റ്റിച്ച് ചെയ്യണം. മെയിൻ ക്ലോത്തുമ്പോൾ തട്ടാൻ പാടില്ല. ലൈനിങ്ങും കൂടെയാണ് സ്റ്റിച്ചിങ് വരേണ്ടത്. ഇങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമുക്ക് സ്റ്റിച്ച് പുറത്തോട്ട് കാണില്ല, നല്ലൊരു ബൊട്ടിക് ഫിനിഷ് കിട്ടുകയും ചെയ്യും. ഒരു ഡ്രസ്സ് നല്ല നീറ്റായിട്ട് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ സ്റ്റിച്ച് എത്ര പുറത്തുനിന്ന് കാണാതെ നോക്കുന്നോ അത്രയും നീറ്റിൽ നമുക്ക് നല്ല പെർഫെക്ഷനിൽ കിട്ടും. ഇതേപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാനൊന്ന് അയൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അയൺ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ബാക്കി വരുന്ന ഈ ഒരു ഭാഗം ഇതിൽ തന്നെ അറ്റാച്ച് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് പിന്നെ കുത്തിയിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. അതാകുമ്പോൾ അങ്ങോട്ട് കൊണ്ട് നീങ്ങി പോവില്ല. ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തു. ഇനി ബാക്കി വരുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇനി നമുക്ക് ഇതിൽ ബാക്ക് പോർഷന് സ്റ്റിച്ച് ചെയ്യുക. അതിന് ഇതേപോലെ നേരത്തെ ചെയ്ത പോലെ തന്നെ നല്ല ഭാഗത്തേക്ക് ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് ഈ നെക്ക് മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് മറിച്ചിടാം കേട്ടോ. ഇത് ഞാൻ അങ്ങനെ സ്റ്റിച്ച് ചെയ്ത് റെഡിയാക്കിയതാണ്. നെക്ക് സ്റ്റിച്ച് ചെയ്തു ഇങ്ങനെ മറിച്ചിട്ടിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ഷോൾഡർ ഇവിടെ ഒന്ന് പിൻ കുത്തി കൊടുത്തിട്ട് ബാക്കി വരുന്നതാണ് അവിടെ കട്ട് ചെയ്തിട്ട് എടുക്കുക. നമ്മളിത് കറക്റ്റ് ആ ഒരു ലൈനിങ്ങിൻ്റെ പോലെയല്ലല്ലോ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. നമുക്കിത് ഷോൾഡർ ജോയിൻ ചെയ്താൻ വേണ്ടിയിട്ടാണ്. രണ്ട് ഭാഗവും ഞാൻ അതേപോലെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇത് ജോയിൻ ചെയ്ത് വെക്കുന്നതിന് മുന്നേ ഏതൊക്കെ ഷോൾഡറിലാണ് വെക്കേണ്ടത് എന്നുള്ളത് കറക്റ്റ് ഒന്ന് നോക്കി വെക്കുക. എന്നിട്ട് വേണം ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോവും. ഇനി ഈ വീഡിയോയിൽ കാണുന്ന പോലെ മെയിൻ ക്ലോത്ത് ഇതേപോലെ വെക്കുക. എന്നിട്ട് ഈ ലൈനിങ് ഇങ്ങോട്ട് അപ്പുറത്തോട്ട് മറിച്ചിട്ട് കൊടുത്താൽ മതി. എന്നിട്ട് ഇതിലൂടെ സ്റ്റിച്ച് ചെയ്യാം. മനസ്സിലാവാത്തതാണെങ്കിൽ ഒന്നുകൂടെ കണ്ടാൽ മതി. അങ്ങനെ ഞാൻ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതേപോലെ ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പൊന്നും കാണുന്നില്ല. എന്നിട്ട് ലൈനിങ്ങും മെയിൻ ക്ലോത്തും ഇതേപോലെ പിന്നെ കുത്തിയിട്ട് വെച്ചിട്ട് എന്നാൽ നമുക്കത് കട്ട് ചെയ്തിട്ട് എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ളത് കട്ട് ചെയ്യാം. ഞാൻ സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് കേട്ടോ കട്ട് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ബാക്കിൽ സിബ് വെക്കണം. സിബ് എങ്ങനെയാണ് വെക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് മുന്നേ. അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ അത് കാണുക. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തതാണ്. ഞാനിപ്പോൾ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ വീഡിയോ കുറച്ചും കൂടെ ലെങ്ത്ത് വരും, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ അതൊന്ന് കണ്ടതിന് ശേഷം പിന്നെ ഈ ഒരു വീഡിയോ കാണുക. ഇനി നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാം. ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തു കൂടെ ഒരു ലോങ് സ്റ്റിച്ച് ഇടുക. താഴെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുക്കുക. അങ്ങനെ രണ്ട് ഫസ്റ്റ് ചെയ്യുക. എന്നിട്ട് മുകളിൽ ലോങ് സ്റ്റിച്ച് ചെയ്തില്ല, അതിങ്ങനെ നൂല് വലിച്ചിട്ട് നമ്മൾ ചെറിയ ചെറിയ പ്ലീറ്റ് ആക്കൂലേ, അങ്ങനെയാണ് കേട്ടോ ആക്കേണ്ടത്. ഇതിൽ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിൽ ഈ ഒരു ഷോൾഡറും പിന്നെ നമ്മൾ സ്ലീവിൻ്റെ നമ്മൾ സെൻറ്റർ മാർക്ക് ചെയ്തിരുന്നല്ലോ, അതും ഒന്നിച്ച് വെച്ചിട്ട് നൂല് വലിച്ചതിന് ശേഷം ഒന്നിച്ച് വെച്ചിട്ട് ഇതേപോലെ ഇങ്ങനെ പ്ലീറ്റ് ഇങ്ങനെ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ചെയ്യേണ്ടത്. അത് ഞാൻ കാണിക്കാം. ഞാൻ ആദ്യം ഇതേപോലെ അതിൻ്റെ താഴെ ഒന്ന് മടക്കി തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ 1/4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക് കണ്ടിട്ടുള്ളത്. ഇതിൻ്റെ മുകളിലായിട്ട് ലോങ് സ്റ്റിച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് നേരത്തെ പറഞ്ഞ പോലെ. ഇനി ആ നൂലിങ്ങനെ വലിച്ചിട്ട് ചെറിയ ചെറിയ പ്ലേറ്റ് ആക്കാം. ഇതേപോലെ ഞാൻ ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. ആ നൂലിങ്ങനെ വലിച്ചാൽ തന്നെ ഇതേപോലെ ആയിട്ട് കിട്ടും. ഇനി നമുക്ക് ഇത് യോക്കിലേക്ക് ഫിക്സ് ചെയ്തിട്ട് കൊടുക്കാം. യോക്കിൻ്റെ നല്ല വശവും സ്ലീവിൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ചിട്ട് നമുക്കിതൊന്നും ഇങ്ങനെ ജോയിൻ ചെയ്തിട്ട് കൊടുക്കാം. ഇത് നമ്മൾ അറ്റാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പ്ലേറ്റ് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട് കൊടുക്കാം കേട്ടോ. അതാകുമ്പോൾ എല്ലായിടത്തേക്കും കറക്റ്റായിട്ടുള്ള തന്നെ പ്ലേറ്റ് എത്തിക്കോളും. പിന്നെ നമ്മൾ സ്ലീവിൽ കട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടല്ലോ, ആ കട്ടും പിന്നെ ഷോൾഡറും വരുന്ന രീതിയിൽ ഒപ്പം വരുന്ന രീതിയിൽ ചെയ്താൽ മതി. അതാകുമ്പോൾ ഫ്രണ്ടിലേക്കും ബാക്കിലേക്കും ഒരേ രീതിയിൽ പ്ലേറ്റ് കിട്ടും.
അപ്പോൾ അതിൻ്റെ പണി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഈ ഒരു 4 ഇഞ്ചിൻ്റെ അലാസ്റ്റിക്കാണ് ഞാൻ എടുക്കുന്നത്. അതൊരു 6 ഇഞ്ചിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ലെങ്ത്ത്. അത് നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുക്കുക. ചിലവർക്ക് ലൂസായിട്ട് കിടക്കുന്നതാവും ഇഷ്ടം, അപ്പോൾ അങ്ങനെ ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാനിവിടെ ഒരു 6 ഇഞ്ചിലാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടൊരു പിന്ന് കുത്തിയിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് ഇത് കയറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ യോക്ക് പോഷൻ്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡ് ഒന്ന് ക്ലോസ് ചെയ്തിട്ട് കൊടുക്കണം. ഇതേപോലെ നല്ല വശത്തോട്ട് തിരിച്ചിട്ട് ഇതിൻ്റെ സൈഡ് ഇങ്ങനെ അടിച്ചു കൊടുക്കാം കേട്ടോ. നമുക്ക് ഉള്ളിൽ തയ്യൽ തുമ്പ് അധികം കുത്താത്ത രീതിയിൽ ചെയ്യാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ നല്ല വശത്ത് തിരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ചീത്ത വശത്തോട്ട് മറിച്ചിട്ട് നമ്മൾ സാധാ സ്റ്റിച്ച് ചെയ്യുന്ന പോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കുക. അതാകുമ്പോൾ മക്കൾക്ക് ഉള്ളിൽ കുത്തുന്നത് കുറയും. നമ്മൾ മാക്സിമം അങ്ങനത്തെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് നോക്കുക ചെയ്യേണ്ടത്. ഈ ഒരു വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ട്രൈപ്പോഡ് പൊട്ടി. ഇനി ഇവിടുന്ന് കണ്ട് ഞാൻ ചെറിയ ട്രൈപ്പോഡിലാണ് എടുക്കുന്നത്. ഈ ട്രൈപ്പോഡിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഒരു ഷോർട്ടിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് വാങ്ങാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വേസ്റ്റ് ഭാഗത്ത് വരുന്ന മെഷർമെൻറ്റ് എടുക്കുക. എനിക്കിവിടെ 11 കിട്ടിയിട്ടുള്ളത്. ഇനി നമ്മൾ നേരത്തെ കട്ട് ചെയ്ത സ്കേർട്ട് പോർഷനിലേക്ക് 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് രണ്ടും കൂടെ നല്ല വശം ചേർത്തിട്ട് ഒരു ഭാഗം നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നല്ല വശം ചേർത്തിട്ട് നമുക്ക് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ലോങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ആ നൂല് വലിച്ചിട്ട് ചെറിയ പ്ലീറ്റ് ആക്കാം. പോർഷനിൽ ഫ്രണ്ടും ബാക്കും ഉണ്ടല്ലോ, അപ്പോൾ ഒരു ഭാഗത്തേക്ക് 11 ഇഞ്ച് വരണം. ആ ഒരു രീതിയിൽ പ്ലീറ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം. അങ്ങനെ 2 ഭാഗത്തും ചെയ്യണം കേട്ടോ. അതേപോലെ ഞാൻ പ്ലീറ്റാക്കി ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ നല്ല വശവും ഇതിൻ്റെ യോക്ക് പോർഷൻ്റെ നല്ല വശവും ഇതേപോലെ വെച്ചിട്ട് ഇങ്ങനെ സ്റ്റിച്ച് കൊടുക്കുക. നമ്മൾ സ്റ്റിച്ച് ചെയ്യണതിൻ്റെ മുന്നേ ഇവിടെ ഒന്ന് ക്ലോസ് ചെയ്തിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. നേരത്തെ സ്കേർട്ട് പോർഷൻ ചെയ്യുമ്പോൾ അതിലൊരു ഭാഗത്തേക്ക് 11 വേണമെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഈ ഒരു വേസ്റ്റിൻ്റെ ഭാഗത്താണ് 11 വരുന്നത്. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് ചുറ്റിച്ച് കൊടുത്താൽ മതിയാവും. ആ സാറ്റിന് അവിടെ ക്ലോസ് ചെയ്തിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്ക് ഇതിൻ്റെ ലൈനിങ് വെക്കാം. ലൈനിങ് വെക്കുന്നതിന് മുന്നേ ഒരു ഭാഗം നമ്മൾ ക്ലോസ് ചെയ്തിട്ട് എടുക്കണം. ഒരു ഭാഗം ഇതിൽ ക്ലോസ് ചെയ്യാനുള്ളൂ. എല്ലാ ഡ്രസ്സിനും ലൈനിങ് വെക്കുന്ന പോലെയല്ല ഇതിൽ ചെയ്യുന്നത്. എൻ്റെ ഈ യോക്ക് പോർഷൻ്റെ ഭാഗത്ത് നിന്നാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യേണ്ടത്, ലൈനിങ് അറ്റാച്ച് ചെയ്യേണ്ടത് കേട്ടോ. ഇവിടെ നിന്നുകൊണ്ട് ഇതിൻ്റെ ഒരു ഭാഗം ക്ലോസ് ചെയ്തിട്ട് വേണം നമ്മൾ സ്റ്റിച്ച് ചെയ്യാൻ, മറക്കണ്ട. ഇതിൽ കുഞ്ഞു പ്ലേറ്റ് ഇടാനുണ്ടാവും. അത് ഇട്ടിട്ട് ഇതേപോലെ മറിച്ചെടുക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ തയ്യൽ തുമ്പ് കാണൂല. അപ്പോൾ ഇതാ ഞാൻ ഇതേപോലെ സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ താഴെയാണ് സ്കേർട്ട് പോർഷൻ വരുന്നത്. ഇനി നമുക്കൊന്ന് നോക്കി നോക്കാം. എൻ്റെ ട്രൈപ്പോഡ് പൊട്ടിയോണ്ടാണ് കേട്ടോ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. ഇതൊരു ചെറിയ ട്രൈപ്പോഡ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇതുണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിൻ്റെ ഭാഗമൊന്നും കാണുന്നില്ല, തയ്യൽത്തുമ്പൊന്നും കാണുന്നില്ല. അപ്പം ഇങ്ങനെ ചെയ്താൽ കുട്ടികൾക്ക് മേത്ത് കുത്തൂല. ഇവിടെ ഷോൾഡറിൻ്റെ അവിടെയാണെന്നുണ്ടെങ്കിലും തയ്യൽ തുമ്പ് കാണുന്നില്ല. ഇനി നമുക്ക് ഇതിൻ്റെ താഴെ റോൾ ഹെമ്മിങ് ആണ് ഞാൻ ചെയ്യുന്നത്. ലൈനിങ് മടക്കി തയ്ച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. റോൾ ഹെമ്മിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതും ഇതിൻ്റെ ബോ ഉണ്ടാക്കി കൊടുക്കുന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. എൻ്റെ ട്രൈപ്പോഡ് പൊട്ടി പോയതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ വേണ്ടി പറ്റില്ല. ഞാൻ കയ്യിൽ വെച്ചിട്ടാണ് എടുക്കുന്നത്. ഇതേ കണക്കിന് എങ്ങനെ ബോ ഉണ്ടാക്കുന്നത് ഞാൻ മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രണ്ടിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നമ്മൾ സിബ് വെക്കുന്നതിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കാം. നമുക്കത് കയറി ചെക്ക് ചെയ്താൽ മതിയാവും. ഇതിൻ്റെ താഴെ ഞാൻ റോൾ ഹെമ്മിങ് ആണ് ചെയ്തത്. നല്ല ഭംഗിയിൽ കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇതിൻ്റെ പോലെ ഞാൻ ഈ പേൾസ് ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ സാറ്റിൻ്റെ ക്ലോത്ത് ആകുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ചെയ്ത് വരുമ്പോൾ. ഇതിൻ്റെ ബാക്കിൽ ഞാൻ ആദ്യം കെട്ട് വെക്കാൻ വേണ്ടി വിചാരിച്ചിരുന്നു. പക്ഷേ ഇത് ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നതുകൊണ്ട് കെട്ട് വെക്കാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഞാൻ കെട്ടിയിട്ട് ഇതിൻ്റെ മുകളിലൊന്ന് തുന്നി കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. നമുക്ക് ഇനി വേറൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.